നിങ്ങൾ ഷുഗർ അവോയ്ഡ് ചെയ്യാറുണ്ടോ? ഇത് ഷുഗറാണ്. അതേപോലെ ഈ കാണുന്ന ഫുഡൊക്കെ നമ്മുടെ ബോഡിയിൽ ഷുഗറായിട്ട് തന്നെയാണ് കൺവേർട്ട് ആവുന്നത്. ഈ ഷുഗറിലും ഈ ഫുഡിലുള്ള ഷുഗറിലും ഉള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഈ ഷുഗർ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവും, നമ്മൾക്ക് എനർജി തരും. പക്ഷേ ഇതിൽ വൈറ്റമിൻസും മിനറൽസോ നമ്മുടെ ഹെൽത്തിന് വേണ്ട വേറെ ഒരു ബെനിഫിറ്റ്സും ഇല്ല. അതേപോലെ ഈ ഫുഡ്സ് നോക്കുവാണെങ്കിൽ ഇതിൽ പലതിലും നല്ല വൈറ്റമിൻസും മിനറൽസും ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഈ ഫുഡ് ഓരോന്നും ബോഡിയിൽ ഷുഗറായിട്ട് കൺവേർട്ട് ആവുന്നതിൻ്റെ റേറ്റ് വ്യത്യാസമാണ്. ചിലത് ഫാസ്റ്റായിട്ട് കൺവേർട്ട് ആവും, ചിലത് സ്ലോ ആയിട്ട് കൺവേർട്ട് ആവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫുഡൊക്കെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആയതിനു ശേഷം ഇത് ആർട്ടിഫിഷ്യൽ സോഴ്സിൽ നിന്നാണോ വരുന്നത്, നാച്ചുറൽ സോഴ്സിൽ നിന്നാണോ വരുന്നത് എന്നുള്ള വ്യത്യാസം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങളുടെ ടോട്ടൽ ഗ്ലൂക്കോസ് ഇൻടേക്ക് ആണ് നിങ്ങളുടെ ഹെൽത്തിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒരിക്കലും ഒരു മോശപ്പെട്ട ഫുഡല്ല. ബാക്കിയുള്ള ന്യൂട്രിയൻസ് പോലെ തന്നെ ഇതിനും അതിൻ്റെതായ റോൾ നമ്മുടെ ബോഡിയിലുണ്ട്. ഗ്ലൂക്കോസിന്റെ ഇൻടേക്ക് ഒരുപാട് കൂടുമ്പോഴാണ് ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഗോൾസിനനുസരിച്ച് മോഡറേറ്റ് എമൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഫുഡൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാൻ ചായയിൽ ഷുഗർ ആഡ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഷുഗറിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.